ഞാൻ നമ്മുടെ സുജയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? ആൻസർ വളരെ സിമ്പിൾ ആണ്. ആ സിനിമ ഇതേപോലെ 100 കോടി ക്ലബിലേക്ക് അങ്ങോട്ട് കയറും. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ, ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ കോമ്പോയിൽ വന്ന നേരെന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി ബിസിനസ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. 100 കോടി ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും തിയേറ്റർ കളക്ഷൻ പ്ലസ് OTT റൈറ്റ്, സാറ്റലൈറ്റ്, മറ്റ് റൈറ്റുകൾ എല്ലാം കൂടെ കൂടിയിട്ടാണ് 100 കോടി ക്ലബിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് നേര് 100 കോടി ക്ലബിലേക്കൊന്നും ആയിട്ടില്ല, അത്രയും ബിസിനസ് ആയിട്ടില്ല, ഇത് തള്ളാണ് എന്നൊക്കെ പറഞ്ഞ് കരയാൻ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് ഒച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ് കമന്റ് ഇടണം. കാരണം നിങ്ങളുടെ കരച്ചിൽ കൂടെ കാണാനായിട്ട് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ മലയാള സിനിമയിൽ ഇതുവരെ 3 സിനിമകൾ മാത്രമാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് 100 കോടി കളക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് 2018, രണ്ടാം സ്ഥാനത്ത് പുലിമുരുകൻ, മൂന്നാം സ്ഥാനത്ത് ലൂസിഫർ. ഈ 3 സിനിമകളല്ലാതെ വേറെ ഒരു സിനിമയും വേൾഡ് വൈഡ് തിയേറ്ററിൽ നിന്ന് 100 കോടി കളക്ട് ചെയ്തിട്ടില്ല. 100 കോടി ബിസിനസ് പൂർത്തീകരിച്ച വേറെ ഒരുപാട് സിനിമകളുണ്ട്. കായംകുളം കൊച്ചുണ്ണിയുണ്ട്, ഇപ്പൊ നമ്മുടെ നേരുണ്ട്, മമ്മൂക്കയുടെ ഭീഷ്മപർവ്വം ഉണ്ട്, കണ്ണൂർ സ്ക്വാഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ 100 കോടി ബിസിനസ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ഗണത്തിലാണ് നമ്മുടെ ലാലേട്ടന്റെ നേര് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നേരിനെ പറ്റി പറയാനായിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. നേര് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള, വളരെ ലോ ഹൈപ്പിൽ വന്ന, അധികം ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു സാധാരണ മൂവിയാണ്. ലാലേട്ടൻ്റെ മൂവിക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ആ സിനിമ 20 കോടിയും 30 കോടിയും 40 കോടിയും കളക്ട് ചെയ്ത് അങ്ങനെയൊന്നും ഹിറ്റായിട്ട് തിയേറ്റർ വിട്ട് പോകുകയില്ല. ഇതേപോലെ ഒരു ബിസിനസ്, ടോട്ടൽ ബിസിനസ് മിനിമം ഒരു 100 കോടിയിലേക്ക് എത്തിയിട്ട് മാത്രമേ ആ മനുഷ്യൻ കളി അങ്ങോട്ട് നിർത്തത്തുള്ളൂ. ഇതിങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ പറയുകയും, ഇനി ഈ അസൂയ കൊണ്ട് ലാലേട്ടനെ എതിർക്കുന്ന, ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന മറ്റൊരു കാര്യം, ഇങ്ങേരുടെ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നേരെന്ന് പറയുന്ന ഇതേപോലത്തെ ഒരു സിനിമ ഇമാതിരി കളക്ഷനും ഇതേപോലൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന മലൈക്കോട്ട വാലിബനും, എമ്പുരാനും, റാമും, ബറോസും, ഈ റബ്ബാനും ഒക്കെ പോസിറ്റീവ് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോവുക? അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. ഇനി നേരെന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇതേപോലത്തെ ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അല്ലാതെ മറ്റൊരുപാട് നടന്മാരുടെ സിനിമകൾ നേരിൻ്റെ അതേ ഒരു നല്ലൊരു സിനിമയായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ആ സിനിമയ്ക്ക് ഒന്നിനും തന്നെ ഇതേപോലെ ഒരു 80 കോടിയും ഇപ്പോൾ നിലവിലിപ്പോൾ 86 കോടിയാണ് ആ സിനിമയുടെ ട്രാക്ട് കളക്ഷൻ. ഈ പ്രൊഡ്യൂസർ പറയുന്ന കളക്ഷൻ അല്ല, കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഏകദേശം ഒരു ട്രാക്കിംഗ് വെച്ചിട്ട് വേൾഡ് വൈഡ് എത്ര ഈ സിനിമ കളക്ട് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു ട്രാക്ട് കളക്ഷൻ 86 കോടിയുണ്ട്. ഈ നേര് സിനിമയിൽ ലാലേട്ടൻ അല്ലാതെ മറ്റാരഭിനയിച്ചാലും ഇതേപോലെ വരില്ല, ഇത്രയും കളക്ഷൻ വരില്ല. അത് അങ്ങേർക്ക് പറ്റുന്നൊരു സ്റ്റാർഡമാണ്. അങ്ങേര് മലയാള സിനിമയിലെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികൾക്കിടയിൽ, സിനിമ പ്രേക്ഷകർക്കിടയിൽ അങ്ങേരുണ്ടാക്കിയെടുത്തൊരു സ്പേസ് ആണ്. ആ സ്പേസിനെ വട്ടം വെച്ച് നമ്മൾ അസൂയ കൊണ്ട് തള്ളാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ വിളിച്ചു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നമ്മൾ ലാലേട്ടൻ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് 100 കോടി ബിസിനസ് പൂർത്തീകരിച്ചപ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന്റെ താഴത്ത് വന്നു. അപ്പോൾ 100 കോടി കളക്ഷൻ ഒന്നും വെച്ചില്ല, നേരുള്ള 100 കോടി, നേര് മഹാവിജയത്തിന്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു പോസ്റ്റർ. ഈ പോസ്റ്ററിന്റെ താഴത്ത് ഈ ഓട്ടോ റിയാക്ഷൻ അറിയാമല്ലോ, ഫേസ്ബുക്കിൽ ഓട്ടോ റിയാക്ഷൻ ഉണ്ട്. ഈ സ്മൈലി, ഹഹ സ്മൈലി വെച്ച് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കൊറിയക്കാരും ഫിലിപ്പീൻസുകാരൊക്കെ ആയിരിക്കും അതിന്റെ പ്രൊഫൈൽ പിക്കും. എല്ലാം ഫേക്ക് IDs ആണ്. 2000 ഒരു ഓട്ടോ റിയാക്ഷൻ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓട്ടോ റിയാക്ഷനൊക്കെ വെച്ച് കരയുന്ന ആൾക്കാർ ഇനിയും കരയുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് കരയാനായിട്ടുള്ള അവസരം പുള്ളിക്കാരൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയുമാണ്. നമ്മുടെ ലാലേട്ടൻ്റെ സ്റ്റാർഡം അത് വട്ടം വെക്കാൻ പറ്റിയ ആരും ഇന്ന് മലയാള സിനിമയിൽ ഇല്ല. അതൊരു മെയിൻ പ്രശ്നം തന്നെയാണ്. പുള്ളിക്ക് ബോക്സ് ഓഫീസിൽ ഒരു കോമ്പറ്റീഷൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പോൾ ലാലേട്ടനെ മാറ്റി നിർത്തിക്കാൻ നമ്മുടെ മമ്മൂക്കയാണ് പിന്നീടുള്ളത്. മമ്മൂക്ക അറിയാമല്ലോ, നമ്മുടെ മമ്മൂക്ക വളരെ മികച്ച നടനാണ്. ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യുന്നു. മമ്മൂക്ക ഒരു പക്ക കോമ്പറ്റീഷൻ തന്നെയാണ് ലാലേട്ടന്. പക്ഷേ എങ്കിൽ തന്നെയും ലാലേട്ടൻ്റെ സ്റ്റാർഡം അതൊന്ന് വേറെ തന്നെയാണ്.
ഇതേപോലൊരു സിമ്പിൾ ആയിട്ടുള്ള സിനിമ ഇപ്പൊ ഞാൻ മമ്മൂക്കി വെച്ച ഒരു ഉദാഹരണം പറയാം. ഞാൻ ഫാൻ ഫൈറ്റിന് വേണ്ടിയല്ല ഉദ്ദേശിക്കുന്ന ഒരു ഉദാഹരണം പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. മമ്മൂക്കയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ അല്ലെ, നമുക്ക് വേണമെങ്കിൽ നേരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിനിമകളാണ്. റോഷാക്ക്, അല്ലെങ്കിൽ കാതല്, നൻപകൽ നേരത്ത് മയക്കം, ഇതെല്ലാം തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ മമ്മൂക്കയുടെ സിനിമകളാണ്. പക്ഷെ ആ സിനിമയ്ക്ക് എന്തുകൊണ്ട് ഇതേപോലെ ഒരു 80 കോടി കളക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു 85 കോടി തിയേറ്റർ കളക്ഷനിലേക്ക് മാത്രം വരുന്നില്ല? അത് ഇങ്ങേരുണ്ടാക്കിയെടുത്തൊരു സ്പേസാണ്. ലാലേട്ടൻ്റെ ഒരു സ്റ്റാർഡം. അതാണ് ഞാൻ പറയുന്നത്, ലാലേട്ടൻ്റെ സ്റ്റാർഡം ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ജോണർ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ഡ്രാമയാണ്, കംപ്ലീറ്റ് ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഈ നേര്. അപ്പോൾ ഇതേപോലെ ഏതൊരു ജോണർ ആയിക്കോട്ടെ, പുള്ളിയുടെ സിനിമയ്ക്ക് 40 50 കോടിയൊന്നും അല്ല, ഇതേപോലെ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. മനസ്സിലായോ? അതാണ് ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്ന് പറയുന്നത്. വേറെ ഏത് നടൻ്റെ സിനിമയ്ക്കും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും ഇത്രത്തോളം കളക്ഷനിലേക്ക് വരില്ല. അത് നമ്മൾ എത്രയോ തവണ കണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണ സഹിതം സംസാരിക്കാം. വേറെ ഏതെങ്കിലും നടന്മാരുടെ സിനിമ ഇതേ ജോണറിൽ, ഒരു ഡ്രാമ ജോണറിൽ വന്നിട്ട് ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. കാരണം അത് ലാലേട്ടൻ്റെ സ്പേസ് വേറെ, മറ്റുള്ള നടന്മാരുടെ സ്പേസ് വേറെ. അത് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ വന്ന് തള്ളി മറിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അങ്ങേര് ഒരുപാട് സിനിമ മോശമാക്കി ചെയ്തു. ലൂസിഫറിന് ശേഷം വന്ന എല്ലാ സിനിമകളും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഒരു 4 വർഷത്തോളം ലാലേട്ടൻ്റെ സിനിമകളെല്ലാം വലിയ പരാജയമായിട്ടിരിക്കുകയും അതിനുശേഷം വന്ന ഒരു സിനിമ, ലോ ഹൈപ്പിൽ വന്നൊരു സിനിമയാണ് ഇത്രത്തോളം കളക്ഷനിലേക്ക് പോയിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന മലൈക്കോട്ട വാലിബൻ അടക്കമുള്ള സിനിമകൾ, എനിക്കൊന്ന് മലൈക്കോട്ട വാലിബനാണ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ റിലീസ്. കേരളത്തിൻ്റെ പുറത്തും വേൾഡ് വൈഡായിട്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് എത്തുന്ന മലയാള സിനിമ എനിക്ക് തോന്നുന്നു അത് മലൈക്കോട്ട വാലിബനായിരിക്കും. അപ്പോൾ അതിന് പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ അന്യഭാഷ സിനിമയിലെ കാണുന്ന പോലെ 2-3 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലേക്ക് വരാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലൊക്കെ മേ ബി മലൈക്കോട്ട വാലിബിന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. അപ്പോൾ എന്തായാലും ശരി, നേരിൻ്റെ ഈ 100 കോടി ബിസിനസ് എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് അഭിമാനവും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ഈ ലാലേട്ടനായിട്ടൊന്നും വേറെ കമ്പാരിസണൊന്നും പെട്ടെന്നൊന്നും ചെയ്ത് കളയരുതേ പിള്ളേരെ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ തന്നെയാണ് നേരിൻ്റെ ഈ 100 കോടി എൻട്രി എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് പറയാം, മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് ഇനിയും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രാമയാണോ, ത്രില്ലറാണോ, മാസാണോ, അല്ലെങ്കിൽ ഫാമിലി ഇമോഷണൽ ഒരു സിനിമയാണോ, ഇതൊന്നും അവിടുത്തെ വിഷയമല്ല. അവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു 80 കോടി 100 കോടി കളക്ഷനിലേക്ക് എത്തിച്ചിട്ട് മാത്രമേ മൂപ്പര് കളി നിർത്തുള്ളൂ. അതങ്ങനെയാണ്, അത് അമ്മാതിരി ഒരു മുതലാണ്. അതിന് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള പരിപാടീസൊന്നും ഇല്ല. ബാക്കി 2, 3, 4, 5 സ്ഥാനങ്ങളിലൊക്കെ വേണ്ടിയിട്ടൊക്കെ മത്സരിച്ചു. പക്ഷേ 1ാം സ്ഥാനം എന്ന് പറയുന്നത് അങ്ങേരെ അവിടെ വെച്ചിരിക്കുന്ന പരിപാടിയാണ്. അതിലേക്ക് വേറൊരു നോട്ടം വന്ന് ആരെങ്കിലുമൊക്കെ നോക്കുന്നത് പോലും പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയാണെന്ന് പുള്ളി വീണ്ടും അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഫാൻ ബോയ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉണരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. എനിവേ, അപ്പോൾ കൺഗ്രാറ്റ്സ് ലാലേട്ടൻ ആൻഡ് പെരുമ്പാവൂർ ജീത്തു. അവരുടെ ഒരു വീണ്ടുമുള്ള സിനിമയ്ക്ക് മെയിൻലി ദൃശ്യം 3ക്കും റാമിനും വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം സംഭവിക്കട്ടെ. എല്ലാം മലയാള സിനിമയ്ക്ക് നല്ലത് തന്നെയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.